നമസ്കാരം, എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2015 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 2ലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1, A. സംസ്കൃതജന്യവാദം, B. ഭാഷാമിശ്രവാദം, C. തമിഴിന്റെ ഉപഭാഷാവാദം, D. മൂലദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖാവാദം. പട്ടിക 2, ഡോക്ടർ കുഞ്ചുണ്ണിരാജ, 2 കാൽഡ്വെൽ, 3 കോവണ്ണി നെടുങ്ങാടി, 4 ഇളംകുളം കുഞ്ഞൻപിള്ള, 5 ആറ്റൂർ കൃഷ്ണപിഷാരടി. ശരിയായ ഉത്തരം A 3, B 4, C 3, D 5. സംസ്കൃതജന്യവാദം കോവുണ്ണി നെടുങ്ങാടി. സംസ്കൃതജന്യവാദം കോവുണ്ണി നെടുങ്ങാടി. ഭാഷാമിശ്രവാദം ഇളംകുളം കുഞ്ഞൻപിള്ള. ഭാഷാമിശ്രവാദം ഇളംകുളം കുഞ്ഞൻപിള്ള. തമിഴിന്റെ ഉപഭാഷാവാദം ഡോക്ടർ കാൽഡ്വെൽ. മൂലദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖാവാദം ആറ്റൂർ കൃഷ്ണപിഷാരടി. ചോദ്യം നമ്പർ 2, പാട്ടിന്റെ ലക്ഷണത്തിൽ വൃത്തവിശേഷം സൂചിപ്പിക്കുന്നത്. ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കണം. പാട്ടിന്റെ ലക്ഷണത്തിൽ വൃത്തവിശേഷം സൂചിപ്പിക്കുന്നത് ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കണം. ചോദ്യം നമ്പർ 3, അന്നാർജിതേന മുതൽ കൊണ്ടു കടക്ക വേണ്ടും വാർദ്ധക്യമെന്മതൊരു വൻകടൽ ഉണ്ട് മുമ്പിൽ. ഏത് കൃതി? വൈശികതന്ത്രം. അന്നാർജിതേന മുതൽ കൊണ്ടു കടക്ക വേണ്ടും വാർദ്ധക്യമെന്മതൊരു വൻകടൽ ഉണ്ട് മുൻപിൽ. വൈശികതന്ത്രത്തിലെ വരികളാണ്. ചോദ്യം നമ്പർ 4, പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്റു തിരുമപ്പൊടികളും. ഇവിടെ വർണ്ണിക്കപ്പെടുന്ന സ്ഥലം പൊയിലം വർണ്ണന. ഇത് പൊയിലം വർണ്ണനയാണ്. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്റു തിരുമപ്പൊടികളും. ഇവിടെ വർണ്ണിക്കുന്ന സ്ഥലം പൊയിലം. ചോദ്യം നമ്പർ 5, അഞ്ചുവണ്ണം മണിഗ്രാമം ഇവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതി. ഇവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതിയാണ് പയ്യന്നൂർ പാട്ട്. അഞ്ചുവണ്ണം മണിഗ്രാമം എന്നിവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതിയാണ് പയ്യന്നൂർ പാട്ട്.